ആത്മരക്ഷാർത്ഥം, അത്രേ ഉള്ളൂ. പിന്നെ ഈ തോക്ക്, ഇത് കാർത്തിമോന്റെ സർവീസ് റിവോൾവർ അല്ല. എന്റെ അച്ഛൻ ചെമ്പകമംഗലത്ത് ജനാർദ്ദന കൈമളിന്റെ ലൈസൻസ് ഉള്ള പിസ്റ്റളാ. സീനിയർ സിറ്റിസൺ അച്ഛൻ. നീ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അച്ഛൻ ആത്മരക്ഷാർത്ഥം നിന്നെ വെടിവെച്ച് കൊന്നു. വേണ്ട മോളെ. അങ്ങനെയും വേണമെങ്കിൽ കോടതിയിൽ പറയാം. നന്ദിനി പ്ലീസ്. ഈ തോക്ക് എവിടെയാ വച്ചിരിക്കുന്നെന്ന് എനിക്കും എന്റെ അച്ഛനും മാത്രമേ അറിയൂ. അമ്മ ഇതറിഞ്ഞിരുന്നെങ്കിൽ ഇതിനകം നിന്റെ കഥ തീർന്നേനെ. അച്ഛൻ ഇത് പല പ്രാവശ്യം എടുത്തതാ. സൽസ്വഭാവിയായ നിന്റെ ഭാര്യയുടെ നെറുകം തല നോക്കി പൊട്ടിക്കാൻ ഇന്ദ്രജയുടെ. അപ്പോഴൊക്കെ ഞങ്ങളാ തടഞ്ഞത്. നിന്റെ ഭാര്യയുടെ ജീവൻ ഞങ്ങളുടെയൊക്കെ ദാനമാ. മനസ്സിലായോടാ? നിന്റെ ഭാര്യ നീയും കൂടി ചെറുതായിട്ടൊന്നുമല്ല ഞങ്ങളെ കരയിപ്പിച്ചത്. അതിന്റെയൊക്കെ പക തീർക്കാൻ ഇതിലെ ഒരേ ഒരു ബുള്ളറ്റ് മതി. നിന്നെ പോലത്തെ പേയ പിടിച്ച നായ്ക്കളെ കൊല്ലണം. പൊട്ടത്തല പോലത്തെ നിന്റെ ഈ ചീഞ്ഞ തലയിലേക്ക് പൊട്ടിക്കെട്ടേടാ ഒരെണ്ണം. പ്ലീസ് നന്ദിനി, അരുത് പ്ലീസ്. മാപ്പ് 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 മാപ്പ്. ഇനി ഇത്തരം വില കുറഞ്ഞ അഭ്യാസങ്ങളുമായിട്ട് ഈ പടി കടക്കൂടാ നീ. ഇല്ല, ഇത് ആദ്യത്തെയും അവസാനത്തെയും. എങ്കിൽ ചന്ദ്രഗിരി നടക്ക് വേഗം. ജഗദീഷും കാർത്തിമോനും വന്നാ അവർക്ക് ഈ തോക്കൊന്നും വേണ്ട. നിന്നെ അവർ തല്ലിക്കൊല്ലും. വേഗം നടക്ക. ഇപ്പൊ മീനാക്ഷി, ഞാൻ പറയുന്നത് കേൾക്കണം. എനിക്ക് മീനാക്ഷിയോട് അല്പം സംസാരിക്കാനുണ്ട്. ഇപ്പൊ പറ്റില്ലെങ്കിൽ ഇനി ഒരു പക്ഷെ എനിക്ക് പറ്റിയില്ലെങ്കിലോ. പ്ലീസ് മീനാക്ഷി, ഏത് കൊടിയ കുറ്റവാളിക്കും അവസാനത്തെ ആഗ്രഹം സാധിച്ചു കൊടുക്കാറുണ്ട്. ആ പരിഗണനെങ്കിലും എനിക്ക്. മീനാക്ഷി പ്ലീസ്. എനിക്ക് ആ ചാരുകസേരെ തന്നെ ഇരിക്കണം. ഒരിക്കൽ ഞാൻ പ്രാണനായി സ്നേഹിച്ചവൻ എനിക്ക് മരണശിക്ഷ വിധിച്ച അതേ കസേരയില്. സർ, എന്തായി ACP? വാള് മോഷ്ടിച്ചതാരാണെന്ന് ഇപ്പോഴും മനസ്സിലായില്ലേ? ഇതൊക്കെ മൈഥിലിയും വൈശാഖും കൂടെ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. ACP കാർത്തിക് അന്ന് പോയത് നേരായ വഴിക്ക് തന്നെയായിരുന്നു. സർ എന്താ പറഞ്ഞു വരുന്നത്? വൈശാഖ് തന്നെയായി ഈ വാളുമോഷണ കേസിലെ പ്രതിയെന്ന്. അപ്പോ പുറത്തു നിൽക്കുന്ന സ്ത്രീയോ? സർ, ഇവരുമല്ല വൈശാഖുമല്ല സർ വാളുമോഷണ കേസിലെ പ്രതി മറ്റൊരാളാണ്. അതാരാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആളെ ഞാൻ നേരിട്ട് കൊണ്ടുവന്ന് കാണിച്ചു തരാം സർ. പ്രതി കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് സാറിനെ കൂടി ബോധ്യപ്പെടുത്തിയിട്ടേ ഞാൻ പ്രതിയുടെ അറസ്റ്റ് റെക്കോർഡിക്കലി രേഖപ്പെടുത്തുകയുള്ളൂ. എന്താ പോരെ? വൈശാഖ് വൈശാഖ് മൈഥിലി 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 എല്ലാം മാറുമേ. മാറാതെ എവിടെ പോവാനാ? ഓഹോ, നീയും തുടങ്ങിയ ഉപദേശം. അത് ഞാൻ അറിഞ്ഞില്ലല്ലോ.
ഇവരെ മേലോട്ടും താഴോട്ടും ഒഴിയാൻ പറ്റില്ല. ഇരുതല മൂർച്ചയുള്ള വാള. ആ നന്ദിനി എവിടെ മാലതി? ആ കോണിന്ന് വീണിട്ട് അച്ഛന്റെ കൈയും കാലൊക്കെ നല്ല വേദനയുണ്ട്. നന്ദിനിടത്തി എന്തോ കുഴമ്പ് പുരട്ടി ചൂട് പിടിക്കാം. അല്ലമ്മേ, ആ ചന്ദ്രഗിരി ഇവിടെ വന്നത് സത്യത്തിൽ എന്ത് ഉദ്ദേശത്തിലാ? അയാള് സാവിത്രിച്ചിയുടെ മുറിയാണല്ലോ മൊത്തം പരിശോധിച്ചത്. അയാള് സാവിത്രിച്ചിയുടെ മുറി തന്നെ പരിശോധിക്കണമെങ്കിലേ അതിന് തക്കതായ എന്തോ ഒരു കാര്യം കാണും. തന്നെയല്ല, ഈ ഇടയായിട്ട് സാവിത്രിയേച്ചി ഒത്തിരി മാറിയിട്ടുണ്ട്. അധികമായിട്ട് സംസാരിക്കില്ല, ഒരു കാര്യത്തിനും ഒരു അഭിപ്രായവും പറയത്തില്ല. വല്ലാത്തൊരു മാറ്റം. അമ്മയുടെ മോളാ. കാര്യത്തോട് അടുക്കുമ്പോ നിങ്ങൾ ചക്കരയടയും തേങ്ങയൊക്കെ ആവും, ഞാൻ ഔട്ടും. പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ല അമ്മേ. അല്ല, നാത്തൂനും തമ്മിൽ വീണ്ടും അടുത്തിട്ടുണ്ടോന്നാ എന്റെ ഒരു സംശയം. നാത്തൂനോ അതാരാ? ഇന്ദ്രേച്ചി സാവിത്രിയേച്ചിയും അവര് തമ്മില് പിന്നെ ഒന്നായെന്നാ എന്റെ ഒരു തോന്നല്. ഡേ വെറുതെ ഏഷണി കയറ്റണ്ട, നിന്റെ കാര്യം നോക്കിക്കോ. ഡേ, ഞാൻ വീണ്ടും ഔട്ട്. എത്രയായി? 75.